നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാപ്പ കേസിൽ പ്രതിയായ BJP കൗൺസിലർ ആർ സുഗതന് ഇടക്കാല ജാമ്യം. നെടുമങ്ങാട് കോടതിയാണ് സുഗതന് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജൂലൈ 13 വൈകുന്നേരം 5 മുതൽ ജൂലൈ 14 രാത്രി 9 വരെയാണ് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ജാമ്യം അനുവദിച്ചെങ്കിലും കാപ്പ കേസിൽ ഹൈക്കോടതി അനുമതി നൽകിയാൽ മാത്രമേ സുഗതന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്താൻ കഴിയൂ. ഇതിനായി ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ 101 അംഗ ഭരണസമിതിയിൽ സുഗതൻ ഉൾപ്പെടെ 50 അംഗങ്ങളാണ് BJPക്കുള്ളത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് BJP ഭരിക്കുന്നത്. സുഗതന്റെ 6 മാസത്തെ കാപ്പ തടവ് കാപ്പ ഉപദേശക സമിതി കഴിഞ്ഞ ദിവസം ശരിവച്ചിരുന്നു. സുഗതനെ തടങ്കലിൽ വയ്ക്കാൻ തക്കതായ കാരണമുണ്ടെന്നാണ് ഉപദേശക സമിതി സർക്കാരിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇത് പ്രകാരം സുഗതന്റെ തടങ്കൽ തുടരുമെന്ന് കാട്ടി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടിയില്ലെങ്കിൽ അറസ്റ്റിലായി ജൂൺ 10 മുതൽ 6 മാസം സുഗതൻ ജയിലിൽ തുടരേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ് സുഗതൻ. വയനാട് തുരങ്കപാത പാരിസ്ഥിതിക അനുമതി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രസ്താവന തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീഴ്ച മറയ്ക്കാൻ വേണ്ടി വിവാദമുണ്ടാക്കുകയാണ്. പാതയ്ക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചത് സൂത്രപ്പണിയിലൂടെയല്ലെന്നും പിണറായി പറഞ്ഞു. സുതാര്യമായി നടന്ന പഠനമാണിത്. 2023 പഠനം നടന്നത്. എല്ലാ പഠനവും പൂർത്തീകരിച്ചു. സംസ്ഥാനവും കേന്ദ്രവും അനുമതി നൽകി. ഹൈക്കോടതി 2025 ഡിസംബർ 16 അനുമതി ലഭിച്ചതിനെതിരായ ഹർജികൾ തള്ളി. അപ്പീലുകൾ സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയും ഹൈക്കോടതിയും വിധി ശരിവെച്ചു. ഉന്നതതല യോഗമാണ് മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയത്. ആ തീരുമാനം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത്? ആരാണ് ഉത്തരവാദിയെന്നും പിണറായി ചോദിച്ചു. വയനാട്ടിൽ ദുരന്തം നടന്ന സ്ഥലം സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പിണറായി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടം തകർന്നു വീണു. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ക്ലോക്ക് ടവറാണ് തകർന്നു വീണത്. ഇന്ന് രാവിലെ 11-നായിരുന്നു സംഭവം. ഒരു ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരുന്നു. അതിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. 2-3 പ്ലാറ്റ്ഫോമുകൾക്കിടയിലാണ് ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്തിരുന്നത്. മുകളിലെ മേൽക്കൂര ഉൾപ്പെടെയാണ് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തകർന്നു വീണത്. അപകടത്തെ തുടർന്ന് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഷെഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിനിന് മുകളിലേക്കും വീണിട്ടുണ്ട്. കെട്ടിടം വീണപ്പോൾ ഈ ഭാഗത്ത് ആരുമില്ലാതിരുന്നതിനാൽ ആളപായം ഒഴിവായി. വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിൽപ്പെട്ട കള്ളാടി മീനാക്ഷി പാലത്തിനടുത്ത് ചൊവ്വാഴ്ച രാവിലെ മണ്ണിടിഞ്ഞ് കാണാതായതിൽ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5ആയി. രക്ഷാദൗത്യ സംഘം വ്യാഴാഴ്ച രാവിലെ അപകട മേഖലയിലെ സോൺ 2-ൽ മണ്ണ് കുമിഞ്ഞ ഭാഗത്ത് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ ലഭിച്ചത്. മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണം നടത്തുന്ന ദിലീപ് ബിൽഡ്കോൺ കമ്പനി കൺസ്ട്രക്ഷൻ മാനേജർ വിക്രം റാണ, എഞ്ചിനീയർ രാഹുൽ, എക്സ്കവേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇമ്രാൻ, സർവേയർമാരായ രാകേഷ് കുച്ചൈത്ത്, അസ്ഹറുദ്ദീൻ അൻസാരി എന്നിവരെയാണ് മണ്ണിടിച്ചിലിനിടെ കാണാതായത്. താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് അപകടം. ചുരത്തിൽ വാഹന ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപകടത്തിൽ തകർന്ന വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരം വീണതിനെ തുടർന്ന് നിലവിൽ ചുരത്തിലൂടെയുള്ള ഗതാഗതം മണിക്കൂറുകളോളം പൂർണ്ണമായും സ്തംഭിച്ചു. കൂട്ടപ്പിരിച്ചുവിടൽ നടപടികളിൽ കടുംപിടുത്തം തുടരുന്ന US കമ്പനി കോറോ ഹെൽത്തിന് തിരിച്ചടി. 800 പേരുടെ ജോലി നഷ്ടപ്പെടുന്നതിൽ ഇടപെടാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും 10-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കണമെന്നും കമ്പനി അധികൃതർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അടുത്ത ചർച്ച വരെ ജീവനക്കാർ ജോലിയിൽ തുടരുമെന്നും തീരുമാനിക്കാൻ തൊഴിൽ വകുപ്പിന് പുതിയ ലേബർ കോഡ് പ്രകാരം അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്പനി സർക്കാരിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സമൂഹമാധ്യമത്തിൽ കമന്റ് ഇട്ടയാൾക്കെതിരെ കേസെടുത്ത് പോലീസ്. ഒരു വാർത്താ മാധ്യമത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന വാർത്തയ്ക്ക് താഴെ കമന്റ് ഇട്ട RSS പ്രവർത്തകനായ മണ്ണാറശാല സ്വദേശി അനിൽകുമാറിനെതിരെയാണ് കേസെടുത്തത്. ക്രിമിനൽ കേസ് പ്രതിയായ കിഷോർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം വേദി പങ്കിടുന്ന ചിത്രം സഹിതമായിരുന്നു അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് കമന്റ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലറെ പിടികൂടാൻ കാണിച്ച അതേ ശുഷ്കാന്തി ആയുധ കേസിലെ പ്രതിയായ കിഷോറിനെ പിടികൂടുന്നതിലും പോലീസ് കാണിച്ചാൽ അത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് കൂടുതൽ കരുത്താകുമെന്നായിരുന്നു കമന്റിലെ ഉള്ളടക്കം. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപക നിയമനത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. അധ്യാപക നിയമനത്തിനായുള്ള അഭിമുഖം നടത്താൻ അനുവദിക്കില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. സാംസ്കാരിക വകുപ്പിന്റെ അനുമതിയില്ലാതെ കലാമണ്ഡലത്തിൽ താൽക്കാലിക അധ്യാപക നിയമനങ്ങൾ നടക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ പരാതി. VCയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതേസമയം കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കൂക്കുവിളികളുമായി ഒരു വിഭാഗം വിദ്യാർത്ഥികൾ രംഗത്തെത്തി. പഠിക്കാനുള്ള അവകാശത്തെ തടയുന്നുവെന്നായിരുന്നു ഇവരുടെ ആക്ഷേപം.
കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിയതെന്നാരോപിച്ച് യുവാക്കളുടെ തല മൊട്ടയടിച്ച് മർദ്ദിച്ചതായി പരാതി. ഇന്നലെ വൈകിട്ട് കണ്ടന്തര ഭായ് കോളനിക്ക് സമീപത്തായിരുന്നു സംഭവം. അൽഫാസ്, ഗോകുൽ, ആൽബിൻ എന്നിവർക്ക് നേരെയാണ് ഒരു സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. സമീപത്തെ സോഡ നിർമ്മാണ യൂണിറ്റിൽ ജോലി തേടി എത്തിയ ഇവരെ ഒരു സംഘം കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിയതെന്നാരോപിച്ചാണ് തടഞ്ഞു നിർത്തി തല മൊട്ടയടിച്ച ശേഷം വിവസ്ത്രരാക്കി മർദ്ദിച്ചെന്നാണ് പരാതി. പാലായിൽ പെരുമ്പാമ്പിനെ കൊന്നു മാംസമാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പാലാ വെട്ടുകല്ലിൽ ഷിജു ആണ് വനം വകുപ്പിന്റെ പിടിയിലായത്. ഷിജുയുടെ കൂട്ടാളിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന 3 കിലോയോളം വരുന്ന മാംസമാണ് പിടിച്ചെടുത്തത്. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസും പരഗ്വേയും തമ്മിൽ നടന്ന കടുത്ത മത്സരത്തിന് പിന്നാലെ ഉണ്ടായ സംഭവങ്ങൾ പുതിയ തലത്തിലേക്ക്. ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബപ്പയ്ക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി വീണ്ടും പരഗ്വൻ സെനറ്ററായ സെലസ്റ്റെ അമരില്ല. കഴിഞ്ഞ ദിവസം സെനറ്റ് സമ്മേളനത്തിനിടെ എംബാപ്പയെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചതാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾ ഉയർത്തിയത്. മത്സരശേഷം പരാഗ്വൻ ഗോൾ കീപ്പർ ഓർലാൻഡോ ഗില്ലിന് കൈ കൊടുക്കാൻ എംബാപ്പെ വിസമ്മതിച്ചതാണ് സെനറ്ററെ ചൊടിപ്പിച്ചത്. എംബാപ്പയുടെ പെരുമാറ്റം ഫ്രഞ്ച് സംസ്കാരത്തിന് ചേർന്നതല്ലെന്നും സെനറ്റർ കൂട്ടിച്ചേർത്തു. ഇതിനിടെ സൂപ്പർ താരം മൈക്കൽ ഒലീസയുടെ മഞ്ഞ കാർഡ് റദ്ദാക്കാനുള്ള ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷന്റെ അപ്പീൽ തള്ളി ഫിഫ. പരാഗ്വേക്കെതിരെയുള്ള മത്സരത്തിനിടെയാണ് മൈക്കൽ ഒലീസയ്ക്ക് മഞ്ഞ കാർഡ് ലഭിച്ചത്. അമേരിക്കൻ താരം ബലഗന്റെ ചുവപ്പ് കാർഡ് പിൻവലിച്ച ഫിഫ ഒലീസയുടെ മഞ്ഞ കാർഡ് പിൻവലിക്കാൻ തയ്യാറാക്കാത്തതിന്റെ നിയമം തങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് ഫ്രഞ്ച് പരിശീലകൻ ദിദിയർ ദശാംസ് വിമർശിച്ചു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.